ജനകീയനായ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ അനിൽകുമാർ ശനിയാഴ്ച വിരമിക്കുന്നു. 26 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സർവീസിൽ നിന്നുള്ള പടിയിറക്കം. സേവന കാലയളവിൽ 8 ജില്ലകളിലെ 14 ജയിലുകളിൽ സൂപ്രണ്ട്, ജോയിന്റ് സൂപ്രണ്ട് സ്ഥാനങ്ങളിൽ അനിൽകുമാർ പ്രവർത്തിച്ചു. അവിടങ്ങളിലെല്ലാം ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ജയിലുകളെ കേവലം തടവറകളായി കാണാതെ തിരുത്തലിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു അനിൽകുമാർ. ജയിലുകളിൽ നിന്ന് സർക്കാരിന് വരുമാനം വർദ്ധിപ്പിക്കുന്ന നിരവധി പദ്ധതികളിലൂടെ ശ്രദ്ധേയനായി മാറി. 2011 വിയ്യൂരിൽ സൂപ്രണ്ട് ഇൻചാർജ് ആയിരിക്കെയാണ് ജയിൽ ചപ്പാത്തി ആദ്യമായി വിപണിയിലെത്തിക്കുന്നത്. ആലത്തൂർ സബ് ജയിലിൽ രാഗമാലിക മ്യൂസിക് തെറാപ്പി, കോഴിക്കോട് ജില്ലാ ജയിലിൽ പ്രസന്റ് മ്യൂസിക് ബാൻഡ്, എറണാകുളം ജയിലിൽ ഷെയർ മീൽ പദ്ധതി, വിയ്യൂരിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓൺ കറക്ഷൻ തുടങ്ങിയ പദ്ധതികൾ കർമ്മപഥത്തിലെ നാഴികക്കല്ലുകളാണ്. 2014 ജയിലുകളിൽ ആദ്യമായി സാങ്കേതിക പഠന സംഘത്തെ നിയോഗിച്ച് പ്രിസൺസ് ടെക്നീസിയ എന്ന സമഗ്ര പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ജയിൽ വകുപ്പിന് എനർജി കൺസർവേഷൻ അവാർഡ് നേടിക്കൊടുക്കാൻ ഇത് സഹായിച്ചു. പുതിയ സർക്കാർ ജയിലുകൾ സ്വയം പര്യാപ്തമാവുന്നതിനെ കുറിച്ച് പുതിയ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സാർ പറയുകയുണ്ടായി. അത് സാധ്യമാണ്, സ്വയം പര്യാപ്തതയിലേക്ക് നമുക്ക് നടക്കാനായിട്ട് സാധ്യമാണ്. കാരണം ജയിലുകളിൽ ധാരാളം സ്ഥലമുണ്ട്, ധാരാളം മാൻ പവർ ഉണ്ട്, ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ജയിലിലെ തടവുകാരുടെ മാനുഷിക വിഭവശേഷിയെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലേക്ക് പരിവർത്തനപ്പെടുത്തി നമുക്ക് പൈസയാക്കി മാറ്റാൻ, ലാഭം ഉണ്ടാക്കാനും സാധിക്കും. ജയിലുകളുടെ ചെലവുകൾക്ക് വേണ്ടി എക്സ്ചക്കർ ടാക്സ് പണത്തിന് ഉപയോഗിക്കാതെ ജയിലുകളിൽ തന്നെ കുറേയേറെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഉദാഹരണം പാലക്കാട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 30% നമ്മൾ അവിടെ സ്വയം പര്യാപ്തതയിലേക്ക് വന്നിട്ടാണ്. അത് കറണ്ടിൻ്റെ കാര്യത്തിൽ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, LPGയുടെ ഇനത്തിൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട്, പച്ചക്കറി, പിന്നെ പാല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറെക്കുറെ നമുക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജില്ലാ ജയിലിന് ISO 9001:2015 സർട്ടിഫിക്കേഷൻ അവിടെ ലഭിച്ചത്. അനിൽകുമാറിന്റെ ശ്രമഫലമായി വിയ്യൂർ ജയിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി. കൂടാതെ ആട്, പന്നി, പൗൾട്രി ഫാം, മറ്റ് കൃഷികൾ എന്നിവയിലൂടെ വലിയ വരുമാന വർധനവാണ് ജയിലിലുണ്ടായിരിക്കുന്നത്. ജയിലിലേക്ക് ആവശ്യമായ പച്ചക്കറിയുടെ 50% ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയാണ്. 1/4 നൂറ്റാണ്ട് കാലത്തെ സേവന കാലയളവിൽ 50 ഗുഡ് സർവീസ് എൻട്രിയും മുഖ്യമന്ത്രിയുടെ പ്രസന്റ് അവാർഡുമടക്കം തേടിയെത്തിയ നിരവധി അംഗീകാരങ്ങളുടെ തിളക്കവുമായാണ് അനിൽകുമാർ പടിയിറങ്ങുന്നത്. TCV ന്യൂസ്, തൃശൂർ.